സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ഡി പത്മനാഭൻ നായരാണ്. തമിഴ്നാട് ഹെൽത്ത് സർവീസിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത അദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തന്നാലാവും വിധം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നു. കുലശേഖരം കേന്ദ്രീകരിച്ച് പാലിയം എന്നൊരു സംഘടനയുണ്ട്. സാമൂഹ്യ നിരീക്ഷണം നടത്തുന്ന എല്ലാ സാധാരണക്കാർക്കും ഈ സംഘടനയെക്കുറിച്ച് അറിയാം. ഈ സംഘടനയുടെ പ്രവർത്തനം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളിൽപ്പെട്ട് ഉഴലുന്ന അവശരായ രോഗികൾക്ക് ഈ സംഘടന തന്നാലാവും വിധം സഹായങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. സാറിലേക്ക് നമസ്കാരം. സാറ് പാലിയം എന്ന സംഘടനയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കുലശേഖരം, കന്യാകുമാരി ജില്ലയിലെ കുലശേഖരം കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ പ്രവർത്തനമെന്ന് പറയാം. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ സാറ് തന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. പാലിയം കുലശേഖരം ഇത് തുടങ്ങാനുള്ള കാരണക്കാരൻ സുകുമാരൻ നായർ, നേറ്റീവ് ഓഫ് ഇറ്റകവേലി, സെറ്റിൽഡ് അറ്റ് UK. അദ്ദേഹവും ഭാര്യയും 2 മക്കളും അവിടെ UK-യിലാണ്. വൈഫും ഡാക്ടറാണ്. അപ്പോൾ അവിടെ റിട്ടയർഡായി. അതിനുശേഷമാണ് ഒരു ദിവസം എനിക്ക് എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഇങ്ങനെ ഒരു സംഘടന തുടങ്ങാൻ കാരണക്കാരൻ അദ്ദേഹമാണ്. ഇട്ടകവേലി ഐക്യര വീടാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഓഫീസും അഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാറ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ട്രഷറാണ്. 19 പേര് ട്രസ്റ്റീസ്. പക്ഷെ 19 പേര് പല ഡിഫറൻറ്റ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഈ പാലിയം അതിൻ്റെ അർഹരായ ആ രോഗികളെ അല്ലെങ്കിൽ ആ ബെനിഫിഷ്യറിയെ തിരഞ്ഞെടുക്കുന്ന ഒരു മാനദണ്ഡത്തെക്കുറിച്ച് സാറൊന്ന് പറയണം. പാലിയം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് അവർ രക്ഷപ്പെടുന്ന സ്റ്റേജല്ല, കൈവിട്ട സ്റ്റേജ്. ഉദാഹരണത്തിന് ക്യാൻസർ സ്റ്റേജായ രോഗികൾ ഇനി രക്ഷയില്ല വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നവർക്ക് അവസാനം വരെ വേദന ഇല്ലാതെ ഉള്ള മരുന്ന് എല്ലാം കൊടുക്കാനുള്ള വേദന ക്യാൻസറിന് മാത്രമല്ല, ആ രോഗിക്ക് പ്രഷർ ഉണ്ടാവാൻ പ്രഷർ എല്ലാ ഇതിനുള്ള മരുന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അത്യാവശ്യമുള്ള വാട്ടർ ബെറ്റ്, എയർ ബെറ്റ് അങ്ങനെയുള്ള അത് ചെയ്യും. അത് തീർത്തും സൗജന്യമായിട്ടാണ്. യാതൊരു രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതോടൊപ്പം ഈ മരത്തിൽ നിന്ന് വീണ് കുടിഞ്ഞു കിടക്കുന്നവർ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അവർ 26 പേര് ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അല്ല, നമ്മുടെ കിടത്തി ചികിത്സയ്ക്കുള്ള കപ്പാസിറ്റി നമുക്ക് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹോമിയോ കോളേജിൽ ഫസ്റ്റ് മൺഡേ 3rd മൺഡേ മാസത്തിൽ 2 ദിവസം അവിടെ നമുക്ക് OP തരാനുള്ള സൗകര്യം ഡാക്ടർ. ഇപ്പോൾ നമ്മുടെ കുലശേഖരം ശാരദാകൃഷ്ണ ഹോമിയോ കോളേജിലാണ് ഇവരെ കിടത്തി ചികിത്സിക്കാനുള്ള ചികിത്സിക്കുന്നില്ല. OP മാത്രം 2 വാരത്തേക്കുള്ള മരുന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പം രോഗികളുടെ എണ്ണം കൂടിയതുകൊണ്ട് 2 ആഴ്ച അത്യാവശ്യം ഇല്ലാത്ത രോഗികൾക്കെല്ലാം 1 മാസത്തേക്കുള്ള മരുന്ന് കൊടുക്കും. അല്ല, ഇപ്പം 1 മാസം വരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ചക്കുള്ള മരുന്ന് അങ്ങനെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. സാർ, ഇതിൻ്റെ ഫണ്ട് ഇപ്പോൾ നേരത്തെ ഫൗണ്ടറെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഫണ്ട് എങ്ങനെയാണ്? ഈ ഒരു ഭാരിച്ച ചെലവിനുള്ള ഫണ്ട് കണ്ടെത്തുന്ന ആ ഒരു രീതിയെക്കുറിച്ചുകൂടെ ഒന്ന് പറയണം. ഫണ്ട് നമ്മൾ ഇതുവരെ വേറെ ആരും പ്രത്യേകം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വേറെ ആരടുത്തും നമ്മൾ യാചിച്ച മാതിരി ചോദിക്കാൻ പാടില്ല. മനസ്സോടെ തരുന്നവരുണ്ടെങ്കിൽ വാങ്ങിക്കണം, അല്ലാതെ ചോദിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം ഉള്ള ചിലവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ചെയ്യുന്നത്. ഒരു ക്ലിനിക്കിന് ആവറേജ് 6000 രൂപയാകും. ഒരു മാസം സംഘടനയ്ക്ക് 6000-ഓളം. മാസമല്ല, ഒരു ക്ലിനിക്കിന് 6000 രൂപ. ഒരു ക്ലിനിക്കിന് 1000. ഇപ്പം നമുക്ക് ചെയ്യുന്നത് ഫസ്റ്റ് മൺഡേ 3rd മൺഡേ, ആദ്യത്തെയും 3ാമത്തെയും തിങ്കളാഴ്ച OP, 4ാമത്തെ തിങ്കളാഴ്ച അവശതയിൽ കിടക്കുന്ന രോഗികളെ വീട്ടിൽ ചെന്ന് നോക്കും. അങ്ങനെ ഒരു മാസത്തിൽ 3 ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ക്യാൻസറിനെക്കാട്ടിലും 26 പേര് നമ്മുടെ വീട്ടിലെ മരത്തിൽ നിന്ന് വീഴുന്നത്, ബൈക്ക് ആക്സിഡന്റ്, ഇങ്ങനെ പല ആൾക്കാർ എണീക്കാൻ പറ്റാത്ത അവസ്ഥ നിലയിൽ ഉള്ളവർ.
അതിൻ്റെ ഒന്ന് രണ്ട് ഇത് വന്നിട്ട് ഒരു പയ്യൻ ബൈക്കിൽ നിന്ന് കീഴെ വീണു. വീഴുന്നവർക്കിടയിലായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ കളഞ്ഞിട്ടാണ് പോയി. കാരണം വേറെ നോക്കാനുള്ള ബുദ്ധിമുട്ടും അവർക്ക് കുറേ സൗകര്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇല്ല. അപ്പം അവൻ്റെ അമ്മയാണ് അവന് നമ്മളവിടെ നോക്കാം ഓഫീസിലേക്ക് പോകും. അവിടെ നോക്കിയപ്പോഴാണ് മുകളിൽ പോലെ സൈഡിൽ ചുറ്റും മറന്നിട്ടുള്ളത് പോലെ വെച്ച് മറന്നിരിക്കുന്നത്. ആ വീട്ടിലാണ് കിടക്കുന്നത്. ഒരു പുറം പോയി. അപ്പം നാട്ടുകാർ ചേർന്ന് ചെറിയൊരു വീട് മാതിരി ഒന്ന് വീടായിട്ടില്ല, പക്ഷേ അതിലിപ്പോൾ അവരാണ് നോക്കുന്നത്. ഇപ്പോൾ സാറേ, സാമൂഹ്യ പ്രവർത്തകരെ ഇത്തരം നിരാശ്രയരായ രോഗികളെ അവരുടെ അറിവിൽപ്പെടുകയാണെങ്കിൽ ഈ പാലിയവുമായി എങ്ങനെ ബന്ധപ്പെടണം? അതിൻ്റെ പുലശ്ശേരം ശാരദാകൃഷ്ണ ഓഫീസുമായിട്ട്, ഈ പാലിയത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയോ, അതോ ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം? ആദ്യത്തെ മൂന്നാമത്തെ തിങ്കളാഴ്ച, എല്ലാ മാസവും ആദ്യത്തെ മൂന്നാമത്തെ തിങ്കളാഴ്ച നമ്മുടെ നോക്കിയുണ്ട്. അതിങ്ങനെ എല്ലാ സ്ഥലത്തും അറിയിക്കും വരുന്ന പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബിസിനസ് മാതിരിയല്ല, അതുകൊണ്ട് പബ്ലിസിറ്റി ബൈക്ക് വണ്ടിയിൽ ചെന്ന് ചെയ്യുന്നത് ശരിയല്ല. ശരിയല്ല. അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം രോഗികൾ അറിഞ്ഞിട്ട് വരുന്നു. അപ്പം ഇടലാക്കുടി അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇപ്പം രോഗികൾ വരും. അത് കൂടുതലും ക്യാൻസർ പേഷ്യൻ്റ് നമ്മൾ തുടങ്ങിയത് 2013. ഇതുവരെ അന്ന് മുതലുള്ളതിൽ 3 കേസ് ഇപ്പോഴും ക്യാൻസർ പേഷ്യൻ്റ് നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോഴും. അതിനെക്കാട്ടിലും കൂടുതലുള്ളത് ഈ ആക്സിഡൻറ്റ് കേസ്. ആദ്യത്തെയും മൂന്നാമത്തെയും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പഴയ പേഷ്യൻ്റ് എല്ലാം പഴയ റിപ്പോർട്ടെല്ലാം കൂടെ കൊണ്ടുവരണം. അപ്പോൾ അത് ബേസ് ചെയ്താണ് മെഡിസിൻ കൊടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബൈസ്റ്റാൻഡർ ആരെങ്കിലും വന്നാൽ മതി, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കും. സുഹൃത്തുക്കളെ, ഈ പാലിയം എന്ന സംഘടനയുടെ പ്രവർത്തനം ആദ്യത്തെയും മൂന്നാമത്തെയും തിങ്കളാഴ്ച തോറുമാണ്. ശാരദാകൃഷ്ണ ഹോമിയോ കോളേജിൻ്റെ ആ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള സ്ഥലത്താണ് എൻ്റെ ഓഫീസ്. അപ്പോൾ ആ ഓഫീസുമായിട്ട് ഈ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ അവശരായ രോഗികൾക്ക്, അർഹരായ അവശരായ രോഗികൾക്ക് സംഘടന സഹായം ചെയ്യുന്നതായിരിക്കും. മറ്റ് മെഡിക്കൽ ഉപദേശവും നൽകുന്നതായിരിക്കും. ട്രഷറർ ശ്രീ പത്മനാഭൻ സാർ പറഞ്ഞതുപോലെ, ഒരു ആദ്യം സൂചിപ്പിച്ച ഇട്ടകവേലിയിലുള്ള, ഇപ്പോൾ ലണ്ടനിൽ സ്ഥിരതാമസമുള്ള ഒരു സുമനസാണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ സംഘടന നടന്നു പോകുന്നത്. ആരോടും അങ്ങനെ സാമ്പത്തിക സഹായം കെഞ്ചരുത് എന്ന എൻ്റെ ഫൗണ്ടർക്ക് നിർബന്ധമുണ്ട്. അതിവിടെ സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എങ്കിലും ഈ സംഘടനയെ മനസ്സറിഞ്ഞ് വോളണ്ടറി ആയിട്ട്, അവർ നിർബന്ധിക്കുന്നില്ല, സഹായത്തിന് വേണ്ടി കൈനീട്ടുന്നില്ല, അറിഞ്ഞ് സഹായിക്കാൻ മനസ്സുള്ളവർ ഈ ഡിസ്ക്രിപ്ഷനിൽ സംഘടനയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ പാലിയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഈ നമ്പരുമായിട്ട്, അതിൻ്റെ സേവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഈ നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഏതായാലും ശ്രീ പത്മനാഭൻ നായർ സാറിന് ഇത്രയും വിവരങ്ങൾ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം.